വിശദമായി നോക്കാം. നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയും സർക്കാർ മുൻ അഭിഭാഷകനുമായ PG മനു മരിച്ച നിലയിൽ. കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ താമസ സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിനീഷ് കൊല്ലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, സർക്കാർ അഭിഭാഷകൻ തന്നെ അതിജീവിതയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വാർത്തയൊക്കെ കേരളം വളരെ ഞെട്ടലോടെ കേട്ടതാണ്. അതിനെ തുടർന്നും പിന്നാലെയുമൊക്കെ നിരവധി വിവാദങ്ങളിലൊക്കെയും പ്രതിസ്ഥാനത്തെത്തിയ ആളാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ PG മനു. ഈ വിവാദങ്ങളുടെയും ഈ കേസിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു ആത്മഹത്യ എന്ന നിഗമനത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായും അറിയാം. മുൻ സർക്കാർ അഭിഭാഷകനായ PG മനുവിനെയാണ് കൊല്ലത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കേസിന്റെ ആവശ്യങ്ങൾക്കായി താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതശരീരം കണ്ടെത്തിയത്. ഇയാൾ എറണാകുളം പിറവം സ്വദേശിയാണ്. മരണകാരണം വ്യക്തമല്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഇത് 2018 ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയാണ് ഈ അഭിഭാഷകൻ. 5 വർഷമായിട്ടും നടപടിയാകാതെ വന്നപ്പോഴാണ് പോലീസ് നിർദ്ദേശപ്രകാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു കേസ് മനുവിനെതിരെ നിലനിൽക്കുന്നത്. ഓഫീസിൽ വെച്ചും അതുപോലെ തന്നെ വീട്ടിൽ വെച്ചും ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ കേസിൽ പറയുന്നത്. അതുപോലെ തന്നെ ബലാത്സംഗം IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു PG മനുവിനെതിരെ കേസെടുത്തിരുന്നതും. കർശന ഉപാധികളോടെ ഇയാൾക്ക് പിന്നെ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുകയൊക്കെ ചെയ്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതിനെ തുടർന്ന് മനു ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനം രാജിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ജോലി സംബന്ധമായിട്ട് വാടക വീട് എടുത്തിരുന്നു കൊല്ലത്ത്. അപ്പോൾ ഇന്ന് പുലർച്ചെ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നു. എന്തായാലും പോലീസ് ഈ ഒരു കാര്യത്തിൽ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. മരണകാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത് മനോവിഷമമാണോ ഇയാളെ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.